ഷാഫിയുടെ പ്രചാരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് സോഷ്യൽ മീഡിയയ്ക്കുണ്ട്. അതിനെ ചെറുതായി കാണില്ല. ഈ സോഷ്യൽ മീഡിയ ട്രെൻഡ് വോട്ടിൽ പ്രതികരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണം 3 ലക്ഷമാണ് ഏതാണ്ട്. ഞാനിവിടെ വന്ന് ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണം 4.5 ലക്ഷം. എനിക്ക് സോഷ്യൽ മീഡിയ വടകരയിൽ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്, വടകര എന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ സഹായിക്കുകയും ചെയ്യും. എൻ്റെ ഫോളോവേഴ്സിൻ്റെയും അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റ് എൻഗേജ് ചെയ്യുന്ന ആളുകളുടെയും ഡീറ്റെയിൽ പോസ്റ്റിൻ്റെ താഴെ വരുമല്ലോ. അപ്പൊ അത് നോക്കുമ്പോൾ ഇപ്പൊ അതിനകത്ത് ആദ്യം 3 സ്ഥാനങ്ങളിൽ ഒന്ന് വടകരയാണ്. അപ്പം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് വടകരയായത് സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു ഹെൽപ്പ് മാത്രമല്ല വടകരയിൽ കിട്ടിയത്, വടകരയുടെ ഹെൽപ്പ് സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഒരു പൊതു കേരളത്തിന്റെ ചോദ്യം ചെയ്യട്ടെ, കേരളത്തിലെ മനുഷ്യർ, കേരളത്തിലെ വോട്ടർമാർ ഈ ജാതിയും മതവും നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് കരുതുന്നുണ്ടോ? അങ്ങനെയാണ് ഞാൻ പാലക്കാട് ഇത്ര തവണ ജയിക്കൂ. അതെന്ന് അതൊരു ചെറിയ വിഭാഗവും പിന്നെ അങ്ങനെ ആക്കാൻ നടത്തുന്ന ശ്രമങ്ങളുമാണ് ഏറെക്കുറെ. എല്ലാ മണ്ഡലത്തിലും നമ്മൾ കണക്ക് പറയുമ്പോൾ ഇത്ര ശതമാനം ന്യൂനപക്ഷ വോട്ട്, ഇത്ര ശതമാനം നായർ വോട്ട്. ഞാൻ പറഞ്ഞു അത്തരം ക്ലീശകളെ പൊളിച്ച ആൾക്കാരാണ് പാലക്കാട്ടെ ജനങ്ങൾ. നിങ്ങൾ കണ്ടതാണല്ലോ അത്. ഒരിക്കലും അതൊരു ന്യൂനപക്ഷ മെജോറിറ്റി കോൺസ്റ്റിറ്റ്യുവൻസി അല്ലല്ലോ. 3 തവണ എനിക്ക് അവസരം തരുമ്പോൾ അത് ജനങ്ങൾക്ക് ജനങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് കുറേയൊക്കെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രചരണങ്ങളും ക്യാമ്പയിൻ്റെ ഭാഗമാണ്. പിന്നെ ഒരു തരം ബാലൻസിങ് ആക്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പറയുന്ന അങ്ങനെ അപകടരഹിതമായ ചില അവകാശവാദങ്ങളൊക്കെ ചിലരുടെ ഉണ്ടാവും. പക്ഷെ ഇതൊന്നുമല്ല. ജനങ്ങൾ എൻഡ് ഓഫ് ദ ഡേ ഇപ്പം ഇവിടെയൊക്കെ ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതിൻ്റെ എല്ലാ മതവിഭാഗങ്ങളും ആളുകളും തരുന്ന റെസ്പോൺസ് അവരിതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ റിപ്പോർട്ടറിൻ്റെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്മൃതിയായിട്ട് സംസാരിച്ചപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സ്മൃതിയോട് പറഞ്ഞു, CPM പ്രചരണത്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മതത്തിന്റെ പ്ലസ് അല്ല ആഗ്രഹിക്കുന്നത്, മതേതരത്വത്തിന്റെ പ്ലസ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ വടകരയുടെ ഒരു പൊളിറ്റിക്കൽ ഈ മതേതര വോട്ട് ബാങ്ക് എന്ന് ഞാൻ അതുകൊണ്ടാണ് എടുത്തു വെച്ചത്. മതേതര വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു വോട്ട് ബാങ്ക് കേരളത്തിൽ ആരും പറയാറില്ല. ഇലക്ഷൻ ട്രെൻഡ് പറയുമ്പോൾ ഇത്ര ശതമാനം ഇന്ന സമുദായമുള്ള മണ്ഡലമാണ്, അപ്പൊ അതുകൊണ്ട് ഇന്ന സ്ഥാനാർത്ഥിക്ക് ലീഡ് എന്നാ പറയാറുള്ളൂ. എന്നോട് പാലക്കാട് അടുത്ത തെരഞ്ഞെടുപ്പ് ആര് ജയിക്കുന്നു വെച്ചപ്പോഴും ഞാൻ പറഞ്ഞത്, അപ്പൊ ഞാൻ മാറി അവിടെ തോക്കില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അവിടുത്തെ ജനങ്ങളുടെ ഒരു സെക്കുലർ ക്രെഡൻഷ്യൽസിനെ വില കുറച്ച് കാണരുത്, അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് ഞാനതിനകത്ത് പറഞ്ഞു. അവരുടെ രാഷ്ട്രീയത്തിൻ്റെ കൂടെ ഒരു കാഴ്ചപ്പാടൊക്കെ അതിനകത്ത് വരുമല്ലോ. ആരാണ് ജയിക്കേണ്ടതെന്ന് അവർക്കും ബോധ്യം ഉണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടിവിവാദമാണ്. ഇവിടെയാണെങ്കിൽ ലീഗിന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളുള്ള സ്ഥലമാണ്. ഈ ലീഗിന്റെ പച്ചക്കൊടി പിടിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ യൂത്ത് ലീഗിന്റെ ഒക്കെ കുട്ടികൾ വളരെ ആവേശത്തോടെ വെയിലും കൊണ്ടിട്ട് അവരെ കൊടിയും പിടിച്ചിട്ട് അവരാരും അവരുടെ വീട്ടില് അരിഭക്ഷണം വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നതല്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പം അതിനകത്ത് കോൺഗ്രസും യൂത്ത് ലീഗും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ യൂത്ത് ലീഗിൻ്റെയും കുറേ കുട്ടികൾ അവരുടെ ഹരിത പതാക കൊണ്ട് തന്നെ വർദ്ധിതമായ ആവേശത്തോടെ ആ വെയിൽ മുഴുവൻ കൊണ്ടിട്ട് എൻ്റെ പല പ്രകടനങ്ങളും റോഡ് ഷോയിൽ അവർ സജീവമായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ആ കൊടിയിലെ ഹരിത സ്വഭാവത്തിന് വർഗീയ സ്വഭാവം ഇല്ല. കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന്റെ പകിട്ടാർന്നൊരു നിറമായിട്ടാണ് അവരെ പച്ച നിറം കൊണ്ടു നടക്കുന്നത്. അല്ലാതെ നമുക്ക് പറയാൻ പറ്റും പാകിസ്ഥാന്റെ പച്ചയാണെന്നുള്ള. അത് പ്രചരിപ്പിക്കുന്നത് ആരാണ്? അവിടെയാണ് ഇഷ്യൂ. മുസ്ലിം ലീഗിന്റെ പതാകയിലെ പച്ച നിറത്തിന് അത് ഇന്ത്യയുടെ ദേശസ്നേഹത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ 3 നിറങ്ങളിൽ ഒന്നായ ഒരു പച്ചയായിട്ടാണ് അതിനെ കണക്ട് ചെയ്യേണ്ടത്. അതിനെ പാകിസ്ഥാനുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ BJP മാത്രമല്ല CPM ഉണ്ട്. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ റോഡ് ഷോ നിൽക്കുന്ന സമയത്ത് എൻ്റെ പുറകിൽ 2 വലിയ പച്ച പതാക ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് ഇട്ടിട്ട് റെഡ് ബോയ്സ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജിലാണ് ആദ്യം വരുന്നത്. എന്താ, ഇയാൾ മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണോ? BJP അത് പ്രചരിപ്പിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഞങ്ങളുടെ റോഡ് ഷോയിൽ കൊടിയാണോ, പ്ലക്കാർഡാണോ, അതല്ലെങ്കിൽ ബലൂണാണോ, അതോ ചുമ്മാ കൈവീശലാണോ, എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നൂടെ? അത് AKG സെന്ററിൽ എഴുതി ചോദിക്കാൻ പറ്റുമോ? ഞങ്ങൾ നാളത്തെ പ്രകടനത്തിൽ കൊടി പിടിക്കണോ അതല്ല പ്ലക്കാർഡ് പിടിക്കണോ എന്ന് ഞങ്ങളുടെ ഇഷ്ടം. അതിനെ സംബന്ധിച്ച് അവർ ബോധവാന്മാരാവണ്ട.